യുദ്ധം സുസ്ഥിര ജീവനം ആരംഭിക്കാനുള്ള അവസരമായിട്ട് തിരിച്ചറിയാനാവുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ചർച്ചാ വിഷയം ഇതാണ്: വാർ ഡിസ്റപ്റ്റ്സ് ലൈഫ്, മേക്കിംഗ് സസ്റ്റൈനബിൾ ലിവിംഗ് ആൻ അർജന്റ് നെസസിറ്റി. യുദ്ധവും സുസ്ഥിര ജീവനവും. യുദ്ധം സുസ്ഥിര ജീവനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? യുദ്ധം ഇല്ലാത്തപ്പോൾ സുസ്ഥിര ജീവനം സാധ്യമായിരുന്നു? യുദ്ധത്തെ സുസ്ഥിര ജീവനം അടിയന്തരമായി നടപ്പിലാക്കാനുള്ള ഒരു അവസരമായി കരുതാമോ? ഇതാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. സുസ്ഥിര ജീവനം നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് ഈ സാഹചര്യം, യുദ്ധം വന്ന് ചേരുന്ന ഈ സാഹചര്യം എത്രത്തോളം ഉചിതമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 20 ദിവസത്തോളമാകുന്നു, അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞു യുദ്ധം തുടങ്ങിയിട്ട്. യുദ്ധമുണ്ടാകുന്നത് തന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞ വിവരക്കേടാണ്. കാരണം മനുഷ്യരുടെ മാനവിക മൂല്യങ്ങളെയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കേണ്ടി വരുമ്പോൾ പരസ്പരമുള്ള അനുരൂപനം, പരസ്പരമുള്ള പൊരുത്തം, പരസ്പരമുള്ള സ്വീകാര്യത നഷ്ടമാകുന്ന ഇടത്താണ് യുദ്ധമുണ്ടാകുന്നത്. നമ്മള് ബാർബേറിയൻസ് ആകുന്നതിന്റെ, നമ്മുടെ ബാർബേറിയൻ മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നതിന്റെ വെളിപ്പെടുത്തലാണ് സത്യത്തിൽ ഒരു യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം ഉണ്ടാകുന്ന ഈ ഒരവസരം ശുഭമാണെന്ന് ചിന്തിക്കുക സത്യത്തിൽ സാധ്യമല്ല. പക്ഷെ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞു. ഈ ഒരു അവസരത്തില് അതിനെ ശുഭകരമായി കാണുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ചോദ്യം ഇതാണ്: സുസ്ഥിര ജീവനം നടത്താനുള്ള ഏറ്റവും നല്ല അവസരമല്ലേ, സുസ്ഥിര ജീവിതത്തിലേക്ക് ചുവടുവെക്കാനുള്ള ഏറ്റവും നല്ല അവസരമല്ലേ ഇത് എന്ന് ചോദിക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ ആദ്യമേ ഈ ചർച്ചയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് സുസ്ഥിര ജീവനം എന്നുള്ള ഒരു ആശയം എന്നത് മനസ്സിലാകേണ്ടതുണ്ട്. ജീവനം അറിയാം, നമ്മൾ ജനിച്ചു, ജീവിക്കുക, അതാണ് ഈ പ്രക്രിയയിലുള്ളത്. മരണം വരെ ജീവിക്കുക. നമുക്കറിയാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ജീവനമാണ്. ആ ജീവനത്തിനു വേണ്ടിയാണ് ബാക്കി എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ടാണ് ജീവനത്തെ നമ്മൾ ചെലുത്തുന്നത്. എന്റെ കൈക്ക് എന്റെ ശരീരത്തെ സഹായിക്കുക എന്നുള്ള ധർമ്മമാണുള്ളതെങ്കിലും കൈക്കത് അറിയില്ല. കൈക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായി പോവുക എന്നുള്ളതാണ് കൈ ചെയ്യുന്നത്. അതാണ് കൈയുടെ ജീവനം എന്ന് പറയുന്നത്. എന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ കൈ ചട്ടുകം പോലെ പ്രവർത്തിക്കുന്നത് എന്നത് ശരീരത്തിന് അറിയില്ല, അല്ല കൈക്ക് അറിയില്ല എന്നത് നമ്മളെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോ കൈയുടെ ധർമ്മം എന്താണ്? ആ നിമിഷങ്ങളിൽ തന്റെ പരിസരത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത്. ആ ചെയ്തു പോകുന്ന സമയത്ത് ആർക്കും തന്നെ, കൈക്കായിക്കോട്ടെ, വ്യക്തിക്കായിക്കോട്ടെ, ഭൂമിക്കായിക്കോട്ടെ, ആർക്കും തന്നെ പ്രതിസന്ധികളിൽ ചെന്ന് കയറുക എന്നുള്ളതിനോട് താല്പര്യമുണ്ടാവില്ല. അപ്പോ ജീവിതത്തെ സുഗമമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന്റെ ധർമ്മം. ഉറപ്പായിട്ടും സുഗമമായി കൊണ്ടുപോകുന്ന സമയത്ത് ആ സുഗമതയെ തുലനം ചെയ്യാനായിട്ട് ധ്രുവതയുടെ നിയമം പ്രവർത്തിച്ചുകൊണ്ട് സുഗമമല്ലാത്ത ചില അവസ്ഥകളും വരും. അതിങ്ങനെ കയറ്റിറക്കങ്ങൾ കൂടെ കടന്നു പോകും. അതാണ് ജീവിതത്തിന്റെ ഒഴുക്ക്. ആ വിധത്തിലാണ്. അപ്പൊ ഈ ജീവിതത്തിലെ ഈ ഒഴുക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിരന്തരമായി ഒഴുകുന്നുണ്ടോ? കയറ്റിറക്കങ്ങൾ ഉണ്ടാവും എന്ന് വെച്ച് ഇല്ലാതാവലോ നശിച്ചു പോകലോ അല്ല ഉദ്ദേശിക്കുന്നത്. നശിച്ചു പോകുന്നത് എപ്പോഴാണ്? ഈ കയറ്റിറക്കങ്ങളുടെ സ്വാഭാവികമായ നിയമങ്ങളെ നമ്മൾ തെറ്റിക്കുമ്പോഴാണ് നശിച്ചു പോകുന്നത്. അല്ലാത്തപ്പോ കയറ്റിറക്കങ്ങളിലൂടെ ജീവിതത്തിൽ ഒരല്പം വേദനകൾ ഉണ്ടാവും, അല്പം സന്തോഷം ഉണ്ടാവും, വീണ്ടും വേദനകൾ ഉണ്ടാവും, വീണ്ടും സന്തോഷങ്ങൾ ഉണ്ടാവും. ഈ കയറ്റിറക്കങ്ങളിലൂടെ നമ്മൾ നിരന്തരം കടന്നു പോകുന്ന സമയത്താണ് ജീവനം അതൊരു വ്യക്തി ജീവിച്ചു തീരുന്ന സമയത്ത് അയാളുടെ ജീവിതം പൂർണ്ണമാകുന്നു. അതിനു മുമ്പ് അയാൾ അതിന്റെ പതിപ്പുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ആ പതിപ്പുകളിലൂടെ അയാളുടെ ജീവൻ തുടർന്നു പോകുന്നുണ്ട്. അങ്ങനെ ജീവിതങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന, നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് സുസ്ഥിര ജീവനം എന്ന് പറയുന്നത്. ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിൽ ആവർത്തിച്ച് കയറ്റിറക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് സുസ്ഥിര ജീവനം എന്നുള്ളത്. സുസ്ഥിര ജീവനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സ്ത്രൈണഭാവമാണുള്ളത്.
എന്താണ് സ്ത്രൈണഭാവം? അതിന് രേഖീയമായ ഒരു ഒഴുക്കില്ല, എന്ന് വെച്ചാൽ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കില്ല, ചാക്രികമായ ഒരു ഒഴുക്കാണുള്ളത്. ചാക്രികമായ ഒഴുക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരിടത്ത് തുടങ്ങി പ്രവർത്തനങ്ങളിലേക്ക് കയറി, പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന്റെ ശരീരമോ അതിന്റെ മറ്റു ഭാഗങ്ങളോ എല്ലാം ചെറിയ ചെറിയ തട്ടുമുട്ടും ഒക്കെ കൊണ്ട് തേയ്മാനങ്ങളും കേടുപാടുകളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ പ്രവർത്തനത്തിന്റെ വേഗം കുറയുന്നു, പ്രവർത്തനം നിലയ്ക്കുന്നു. പ്രവർത്തനം നിലയ്ക്കുന്ന സമയത്ത് ശരീരം അല്ലെങ്കിൽ ആ ജീവിത വ്യവസ്ഥ അതിനെയെല്ലാം ക്രമീകരിച്ച് വൃത്തിയാക്കി ശുചീകരിച്ച് വീണ്ടും പ്രവർത്തിക്കാൻ പാകത്തിലാക്കി തീർക്കുന്നു. വീണ്ടും ഈ ചക്രം എങ്ങനെ തുടരുന്നു? അതിനാണ് ചാക്രികത എന്ന് പറയുന്നത്. രേഖീയത എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതിങ്ങനെ തുടർന്നു പോകുന്നതാണ്. പ്രവർത്തിച്ചു പോകുന്നു. ആ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പറ്റുന്ന കേടുപാടുകളെ അപ്പപ്പോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നികത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രവർത്തനം നിലയ്ക്കുന്നില്ല, യാത്ര നിലയ്ക്കുന്നില്ല. യാത്ര നിലയ്ക്കാത്തത് കൊണ്ട് തന്നെ ഈ വന്നു ചേരുന്ന കേടുപാടുകളെ താൽക്കാലികമായി പരിഹരിക്കുക എന്നുള്ളതല്ലാതെ അതിന് നിരന്തരമായ ഒരു പരിഹാരം കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിരന്തര പരിണാമത്തിലൂടെ കടന്നുപോയി ഇതിന് ഒരു അറ്റമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇത് ഈ രേഖീയമായിട്ടുള്ള ഒരു ഒഴുക്കെന്നുണ്ടെങ്കിൽ അതിനൊരു തുടക്കമുണ്ടാവും, അതുകൊണ്ട് തന്നെ അതിനൊരു ഒടുക്കവും ഉണ്ടാവും. അങ്ങനെ ഒഴുകിപ്പോകുന്നതാണ് ആ രേഖീയ ക്രമം എന്ന് പറയുന്നത്. അത് പുരുഷ കേന്ദ്രിതമായിട്ടുള്ള പ്രവർത്തനമാണ്, പുരുഷ പ്രവർത്തനമാണ്, പൗരുഷ പ്രവർത്തനമാണ്. അത് പുരുഷൻ എന്ന് വെച്ചാൽ ഈ ആണുങ്ങളിൽ മറ്റേ മനുഷ്യരിലെ ആണുങ്ങൾ എന്ന് പറയുന്ന പൗരുഷമല്ല. പ്രകൃതിയിൽ സ്ത്രീ പുരുഷ സ്വഭാവങ്ങളുണ്ട്. ആ പൗരുഷ സ്വഭാവമാണ് രേഖീയത എന്ന് പറയുന്നത്. ആ രേഖീയതയിലൂടെ പോകുന്ന സമയത്ത് സുസ്ഥിരത എന്നുള്ള കാര്യം സംഭവിക്കില്ല. നമ്മുടെ നാട്ടില് വളരെയേറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് എന്താണ്? വികസിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഒരു കോശം നിരന്തരം വികസിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ മുറിക്കകത്ത് പോലും ഇരിക്കാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ മുറിയുടെ പരിധി വിട്ട് വെളിയിലേക്ക് പോകും. ഞാനിരിക്കുന്ന വസ്ത്രത്തിന്റെ പുറത്ത്, ഞാനിരിക്കുന്ന മുറിയുടെ പുറത്ത്, ഞാനിരിക്കുന്ന ഒരു പറമ്പിന്റെ പുറത്ത്, അങ്ങനെ വികസിച്ചു പോകും. അങ്ങനെ വികസിച്ചു പോയാൽ അതൊരിക്കൽ നിൽക്കുകയും ചെയ്യും, എന്നേക്കുമായിട്ട് നിൽക്കും. അതേസമയം എന്റെ വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ വളർച്ചയുടെ പരിധി കഴിയുമ്പോൾ അത് അവിടെ നിൽക്കും. അങ്ങനെ നിന്നിട്ടുണ്ടല്ലോ, നമ്മളെല്ലാം അങ്ങനെ വളർച്ചയുടെ പരിധി എത്തി നിന്നിട്ടുണ്ടല്ലോ. ഈ വളർച്ചാ പരിധി എന്ന് പറയുന്നത് വികാസ വിന്യാസത്തിന്റെ, വ്യവസ്ഥകളുടെ വികാസ വിന്യാസത്തിന്റെ ഒരു സ്വഭാവമാണ്, ഒരു പ്രതിഭാസമാണ്. ആ വളർച്ചയുടെ പരിധി നിൽക്കുക എന്നുള്ളത് വളർച്ച എന്ന പ്രതിഭാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ മനുഷ്യന്റെ രേഖീയ യുക്തി പ്രകാരം നമ്മൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകൾ ഉണ്ടാക്കുമ്പോൾ, ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വികസിച്ച് പോകണം. നമ്മുടെ നാട് പോണ പോക്കറിയാലോ, നമ്മുടെ മനുഷ്യരുടെ ചിന്ത പോകുന്ന പോക്കറിയാലോ, ടെക്നോളജിയുടെ പോക്കറിയാലോ. അത് രേഖീയമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. രേഖീയമായി വളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതുവരെ ലിമിറ്റില്ല? വളർച്ചയ്ക്ക് ലിമിറ്റില്ല. വളർച്ചയ്ക്ക് ലിമിറ്റ് ഇല്ലാതാവുന്ന സമയത്ത് ഈ രേഖീയതയ്ക്ക് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് വന്നു ചേരും. കാരണം അതിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം അതിനകത്ത് നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം എന്ന് പറയുന്ന പരിപാടി, വികസനം എന്ന് പറയുന്നത് ഇങ്ങനെ രേഖീയമായി വിസ്ഫോടനം ചെയ്തു പോകുന്നു. വിസ്ഫോടനം എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുക. ഒരു പടക്കം ഉണ്ടെന്ന് വെച്ചാൽ ആ പടക്കം പൊട്ടിത്തെറിക്കുന്ന സമയത്ത് പൊട്ടുന്നത് വരെ അത് ഒന്നായിരിക്കുമെങ്കിലും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തെറിച്ച് വിപുലപ്പെട്ട് ദൂരത്തേക്ക് പോകും. പിന്നെ ആ പടക്കം ഉണ്ടാവില്ല. അതുപോലെയാണ് വികസനം എന്ന് പറയുന്നത്. അതിന് രേഖീയ സ്വഭാവമാണ്, പുരുഷ സ്വഭാവമാണ് ഉള്ളത്. ആ പുരുഷ സ്വഭാവത്തിന് നിലനിൽക്കാൻ അധിക കാലം കഴിയില്ല. ഒരു കാലത്തേക്ക് ഭയങ്കരമായിട്ട് വികസിച്ചു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വികസനം എന്നേക്കുമായിട്ട് തീരും. അതേസമയം സുസ്ഥിരം എന്ന് പറയുന്ന സമയത്ത് അത് ചാക്രികമാണ്. അവിടെ വികാസം എന്ന് പറയുന്നതില്ല. അതായത് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വളർച്ചയുണ്ടല്ലോ, ആ വളർച്ചയുടെ പരിധി വരെ വളരും. അത് നിരന്തര വികസനമല്ല. ഇത് കൃത്യമായിട്ട് ഓർക്കണം. അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം എന്ന് പറയുന്ന പദം തന്നെ ഒരു ഗിമ്മിക്കാണ്. സുസ്ഥിരമായിട്ട് വികസിക്കാൻ കഴിയില്ല. വികസിക്കുന്നുണ്ടെങ്കിൽ അത് സുസ്ഥിരമായിരിക്കില്ല. സുസ്ഥിരത എന്നുള്ളത് അതിന്റെ സ്വാഭാവിക വളർച്ചയ്ക്കപ്പുറത്തേക്ക് പോവുകയുമില്ല. അപ്പോൾ സുസ്ഥിര വികസനം എന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതിന് വളർച്ചയില്ലാത്തതാണ്, അനന്തമായ വികാസമില്ലാത്തതാണ്. അപ്പോ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ ഒരു അവസ്ഥയാണോ നമുക്ക് ഇപ്പോൾ ഈ യുദ്ധം എന്നുള്ളൊരവസ്ഥ നമുക്ക് സമ്മാനിക്കുന്നത്? സത്യത്തിൽ നമുക്ക് സുസ്ഥിര ജീവനമുണ്ടോ? പ്രാചീന സമൂഹങ്ങള്, പ്രാചീന ഗോത്രവർഗങ്ങളെല്ലാം തന്നെ സുസ്ഥിരമായി നിലനിൽക്കുന്നതാണ്. അവർക്ക് വേണ്ടുന്ന വസ്തുക്കൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറിയ പങ്കും സംഭരിക്കുന്നു. അതിലൊരു ഭാഗം വിത്തായിട്ട് സൂക്ഷിക്കുന്നു. വീണ്ടും മണ്ണിനെ പ്രോസസ്സിംഗ് ചെയ്യാൻ വിടുന്നു. അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ മാത്രം സ്വീകരിക്കുന്നു.
പ്രകൃതിയിലുള്ള വിഭവങ്ങളെ നേരിട്ടെടുത്തു മാത്രം അവർ ഉപയോഗിക്കുന്നു. ഉപയോഗം കഴിഞ്ഞാൽ മണ്ണിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഈ ഒരു ചാക്രിക വ്യവസ്ഥ അവിടെ ഉണ്ടാവുന്നുണ്ട്. നമ്മളെപ്പോലെ വേസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയില്ലേ, വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നറിയാതെ വേസ്റ്റ് കുമിഞ്ഞുകൂടുന്ന രേഖീയമായ ഒരു വികാസം അവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവന ശൈലി നമുക്ക് ഉണ്ടായിരുന്നതാണ്. അത് നമ്മുടെ മനുഷ്യകുലത്തിന്റെ വികാസം ഉണ്ടായപ്പോ അത് സുസ്ഥിരമാകാതിരിക്കാനുള്ള ശ്രമമാണ് ഗ്രാമ്യവ്യവസ്ഥയിലൂടെ നമ്മൾ തുടങ്ങി വെച്ചത്. ഗോത്രവ്യവസ്ഥയിൽ നിന്നും ഗ്രാമ്യവ്യവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഈ ഒരു സുസ്ഥിരതയുടെ സമവാക്യങ്ങളെ തെറ്റിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. നാടും നടിയിലും ഒക്കെ ഉണ്ടായപ്പോ ഗ്രാമവ്യവസ്ഥയിലേക്ക് പോയപ്പോൾ പോലും ഗോത്രവ്യവസ്ഥയുടെ സ്വഭാവം കുറച്ചെങ്കിലും കൈ വെച്ചിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ നിലനിന്നിരുന്നു. പക്ഷെ പിന്നീട് അത് വികസിച്ച് അധിനിവേശങ്ങളും വ്യാവസായീകരണവും ഗ്ലോബലീകരണവും ആഗോളീകരണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോ ഇതിങ്ങനെ നിരന്തര വികാസത്തിലേക്ക് മാറി. ആ നിരന്തര വികാസത്തിലേക്ക് മാറിയതോടുകൂടി നമ്മുടെ സുസ്ഥിരത എന്നുള്ള കാര്യം ചോദ്യചിഹ്നമായി. എന്നിട്ട് നമ്മൾ സുസ്ഥിരതയെക്കുറിച്ച് പുതിയ സമവാക്യങ്ങൾ, ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റി നമുക്ക് മുൻപോട്ട് വെച്ചിട്ടുള്ള ചില സമവാക്യങ്ങൾ നമ്മൾ സ്വീകരിച്ചു. അതായത് ഒരാൾ ജനിക്കുന്നു, പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, വിഭവങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്നു, പെൻഷൻ വാങ്ങിക്കുന്നു, മരിച്ചു പോകുന്നു. ഇത് തന്നെ മക്കൾക്കും കൊടുക്കുന്നു. ഇവർ വളർന്നു വരുന്ന ഒരവസ്ഥയിലെല്ലാം തന്നെ ഇവർ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം പാഴാക്കി ചുറ്റും കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാഴുകൾ കൂട്ടി അതിനനുസരിച്ച് അവരുടെ സൗകര്യങ്ങൾ കൂട്ടി വരിക എന്നല്ലാതെ അതിന് ഒരു ചാക്രിക സ്വഭാവമില്ല, പുനർനിർമ്മിതിയുടെ ഒരു സ്വഭാവമില്ല. നമുക്ക് സുസ്ഥിര ജീവനം നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളേറെയായി. അങ്ങനെയുള്ളപ്പോ യുദ്ധം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസ് കിട്ടുന്നില്ല. അപ്പൊ ഗ്യാസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. നമ്മൾ ജനിച്ചപ്പം മുതൽ ഗ്യാസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ധനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്നും കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളത് സുസ്ഥിരമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ സൗകര്യപ്രദമാക്കിക്കൊണ്ടിരിക്കുന്ന ഫെസിലിറ്റീസ് ഇല്ലാതെയായപ്പോ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. യുദ്ധം നമ്മളെ ബാധിക്കുന്നുണ്ട്. എണ്ണ വില കൂടുന്നു, നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. വാഹനങ്ങളുടെ ഓട്ടം കുറയും, വില കൂടും, നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്ര വരെ ആയിട്ടുള്ളൂ. അതിനുമപ്പുറത്ത് ഗ്ലോബൽ ഇക്കോണമി മൊത്തം തകരുന്നു, പോളിസീസ് മൊത്തം തകരുന്നു, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം, അതിന്റെ നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇരിപ്പുവശം, ഇതെല്ലാം പോകുന്നു. ഗ്ലോബൽ സെക്യൂരിറ്റി ഇല്ലാണ്ടാവുന്നു. ഈ ഒരവസ്ഥ നമ്മളെയൊന്നും ബാധിക്കുന്നേയില്ല. നമുക്കുള്ള റിസോഴ്സസ് എവിടേക്കോ നഷ്ടമാകുന്നു, കുറവ് വരുന്നു, അല്ലെങ്കിൽ അതിന് വില കൂടുന്നു എന്നുള്ളത് മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന സുസ്ഥിര ജീവനത്തെ സത്യത്തിൽ യുദ്ധം ബാധിക്കുന്നില്ല. യുദ്ധമില്ലാത്തപ്പോ സുസ്ഥിര ജീവനം സാധ്യമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോഴും നമ്മൾ ഈ വേസ്റ്റ് ഉണ്ടാക്കി കളയുകയാണ് ചെയ്യുന്നത്. യുദ്ധമുണ്ടായപ്പോൾ പുതിയ വേസ്റ്റുകൾ കൂടെ ഉണ്ടാക്കുന്നു, പുതിയൊരു ഇൻഡസ്ട്രി കൂടെ വർക്ക് ചെയ്യുന്നു. യുദ്ധമുണ്ടായപ്പോൾ കൂടുതൽ ഡിസ്ട്രക്ഷൻസ് നടക്കുന്നു. ശരിയാണ്. യുദ്ധമില്ലാത്തപ്പോഴോ? ജേക്കബ് സാംസൺ മുട്ടട എന്ന് പറയുന്ന ഒരു കവിയുടെ ഒരു പുസ്തകം പണ്ട് എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. അതില് പല കവിതകളുണ്ട്. അതിൽ ഒരു കവിത ഇങ്ങനെയാണ്, 2 വരി കവിതകളാണ്. വ്യാജമദ്യം കഴിച്ചു മരിക്കുന്നവരെ കുറിച്ച് എല്ലാവർക്കുമുണ്ട് ദുഃഖം, നല്ല മദ്യം കഴിച്ചു മരിക്കുന്നവരെ കുറിച്ച് ആർക്കുണ്ട് ദുഃഖം എന്നാണ്. ഇതുപോലെ നമ്മൾ ഈ യുദ്ധം വന്നതുകൊണ്ട് നമ്മുടെ സുസ്ഥിരതയെ ബാധിക്കുന്നു നമ്മൾ പറയുന്നു. യുദ്ധം ഇല്ലാത്തപ്പോ നമ്മുടെ സുസ്ഥിരതയെ ബാധിച്ചിരുന്നില്ലേ? നമ്മൾ അവയെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഇല്ല. നമ്മൾ ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ അങ്ങ് പോയി. അപ്പോഴും നമ്മളെ പോലുള്ളവർ, അതായത് ഒളിമ്പസിനെ പോലുള്ള നവഗോത്ര സമൂഹത്തെ പോലുള്ള അല്ലെങ്കിൽ ഇക്കോ വില്ലേജുകളെ പോലുള്ളവർ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് സുസ്ഥിരതയാണ് വേണ്ടത്. ഗാന്ധിജി ഗ്രാമസ്വരാജ്യയിലൂടെ ആവശ്യപ്പെട്ടതാണ്, നമുക്ക് സുസ്ഥിരതയാണ് വേണ്ടത്, അനന്തമായ വികാസമല്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ചെവിക്കൊള്ളാതെയാണ് ഈ അനന്തവികാസത്തിന്റെ പുറകെ പോകേണ്ടി വന്നത്. അനന്തവികാസത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇതിനൊരു ബ്രേക്ക് പിടുത്തം വേണ്ടേ? ആ ബ്രേക്ക് പിടുത്തമാണ് യുദ്ധം. അതിന്റെ പുറകിൽ ആയുധ കച്ചവടമോ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഗ്രസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോ ഇതൊക്കെ കാരണമായിരിക്കാം. അതെല്ലാം ആയിരിക്കാം അതിന് ഇപ്പോൾ കാരണമായത്. പക്ഷെ പ്രകൃതി ഇതിനെ ഒരുക്കുന്നത് സുസ്ഥിര ജീവനത്തെ കുറിച്ച് നമുക്ക് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്.
അങ്ങനെയുള്ളപ്പോ ഇപ്പോ ആളുകളോട് സുസ്ഥിര ജീവനത്തെ കുറിച്ച് പറഞ്ഞാൽ കുറച്ചൊക്കെ കേൾക്കാൻ തയ്യാറുണ്ടാവും. സുസ്ഥിര ജീവനം ആവശ്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്വാശ്രയത്വം വേണം, ഭക്ഷണത്തിൽ സ്വാശ്രയത്വം വേണം, ആരോഗ്യത്തിൽ സ്വാശ്രയത്വം വേണം, ഗൃഹനിർമ്മാണത്തിൽ സ്വാശ്രയത്വം വേണം, പാരസ്പര്യത്തിൽ സ്വാശ്രയത്വം വേണം എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ, കൂട്ടായ്മയുടെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം പറയുന്ന സമയത്ത് ഇപ്പോ ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക, എനിക്ക് എന്റെ മക്കൾക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ കഴിയുക എന്നുള്ളത്, നാളെ എങ്ങനെ പോകും നമുക്കറിയാത്തൊരവസ്ഥ വരുമ്പോൾ മാത്രമേ നമ്മൾ നിലനിൽപ്പിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു റിമൈൻഡറാണ് സത്യത്തിൽ ഈ വാർ. അത് ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, ബാധിക്കണം. ബാധിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ള ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് പോകാൻ കഴിയൂ. എല്ലാം മറ്റ് ഭൂഖണ്ഡങ്ങളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അവരുടെ ലോജിസ്റ്റിക്സ് വഴി നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്ത് നമ്മളത് ഉപയോഗിക്കുകയും നമ്മളിവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഇതേ സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യാവസായിക സാമ്രാജ്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സുസ്ഥിരതയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒഴുക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് പേടി. കാരണം നമ്മുടെ കംഫർട്ട് നഷ്ടമാകുന്നു. ഈ കംഫർട്ട് നഷ്ടമാകുന്നതിനു പകരമായിട്ട് പ്രാദേശികമായി നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളെ കണ്ടെത്താനും അതിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനും അതിനെ ചാക്രികമായി കൊണ്ടുപോകുവാനുമുള്ള തിരിച്ചറിവും പ്രയോഗവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാൻ കഴിയും. അതിന് വേണ്ടത് നാട്ടറിവുകളാണ്, അതിന് വേണ്ടത് നാടൻ സാങ്കേതിക വിദ്യയാണ്, നാട്ടുകൂട്ടങ്ങളാണ്. ആ നാട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങളെ നമ്മൾ കരഗതമാക്കിയാൽ, അത് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കാൻ പറ്റിയാൽ, അവരുടെ കയ്യിൽ അത് സൂക്ഷിച്ചു വെച്ചാൽ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പുറകെ മാത്രം ചിന്തിച്ചും പ്രയോഗിച്ചും ജീവിച്ചു പോകുന്ന ജനതയ്ക്ക് പിടിച്ചു നിൽക്കാനാവും. അതായത് നമ്മൾ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിത വ്യവസ്ഥ, ആ ഒരു ജ്ഞാനം, ആ ഇൻഡിജീനിയസ് വിസ്ഡം നമുക്കുണ്ടെങ്കിൽ മുഴുവൻ നശിച്ചു പോകട്ടെ, ബാക്കിയുള്ളതിൽ നിന്നും ആ പൂജ്യത്തിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. യുദ്ധമില്ലാത്തപ്പോ സുസ്ഥിര ജീവനം എന്താന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ജനത ഈ കയ്യിലുള്ളത് മുഴുവൻ കളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോ അവരെ ഇത് റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട്, നമുക്ക് സുസ്ഥിര ജീവനത്തിലേക്ക് ചുവട് വയ്ക്കാനുള്ള ഒരു സാധ്യതയായിട്ട്, അതിനുള്ള ഒരു ഈവന്റ് ആയിട്ട് ഈ യുദ്ധത്തെ എടുക്കുക. എങ്കിൽ മാത്രമേ നമുക്കിനി മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സുസ്ഥിര ജീവനത്തെ കൃത്യമായി ബോധ്യപ്പെടുക, അതിന്റെ ചാക്രിക സ്വഭാവം എന്തെന്ന് ബോധ്യപ്പെടുക, അത് നടപ്പിലാക്കാനുള്ള വിളിയാണ്, പ്രകൃതിയുടെ വിളിയാണ് ഈ യുദ്ധം. അതിനെ ഉപജീവിച്ചുകൊണ്ട് അതൊരു സാധ്യതയായി, അവസരമായി എടുത്തുകൊണ്ട് നമുക്ക് സുസ്ഥിര ജീവിതത്തിലേക്ക് കാൽ വെച്ച് കയറാം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് അറിയേണ്ടതുണ്ട്, അതിനുവേണ്ടി ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ജീവിതത്തെ പുനർനിർവചിക്കേണ്ടതുണ്ട്. അതെല്ലാം ചെയ്യാം. പക്ഷെ ഇതൊരു അവസരമായിട്ട് എടുക്കുക. ഇവിടെ തുടങ്ങുക, ഇന്ന് തുടങ്ങുക. ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ കൂടെ വരിക, നമുക്ക് ചെയ്യാം. ധൈര്യമായിരിക്കുക. യുദ്ധം നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി, ഏറ്റവും നല്ലതാക്കാൻ വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രകൃതി അതിനുവേണ്ടിയാണ് ആ യുദ്ധം തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ വഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.